കുടുംബ കാഴ്ചകളിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. രണ്ടാളും കേൾക്കാൻ വേണ്ടി പറയാ, ഞാൻ ആർക്കെങ്കിലും പിടിച്ച് കൊടുക്കാൻ നിങ്ങളെ മടുത്തു. പോറ്റാൻ ഗതിയിലഞ്ഞിട്ടല്ല, നിങ്ങളെ നോക്കാൻ ആളില്ല. സമയത്തിനും കാലത്തിനും നിങ്ങൾക്ക് തീറ്റും വെള്ളം തരണ്ടേ? കർത്താവേ, അതെന്താ ഒരു ശബ്ദം? എന്താ പറ്റിയത്? മോളെ മരിയ, മരിയ, എന്താ ഒരു ശബ്ദം? ശബ്ദോ? ഞാനൊന്നും കേട്ടില്ല. നീ ഒന്നും കേട്ടില്ലേ? ആ പറഞ്ഞു, അത് പപ്പയായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? പപ്പ എന്ത് നോൺസെൻസ് ആണ് പപ്പ കാണിക്കുന്നത്? ഒരു റൂമിലേക്ക് കയറി വരുമ്പോ അയാളുടെ പെർമിഷൻ ചോദിച്ചിട്ട് കയറി വരണ്ടേ പപ്പ? പോളെ മോനെ, നിനക്കൊന്നും പപ്പയായിരുന്നോ? പപ്പ പുറത്തു പോകുന്നുണ്ടോ? എന്റെ നെറ്റ് തീർന്നു, ഒന്ന് റീചാർജ് ചെയ്യണമായിരുന്നു. ആ അല്ല, സാരമില്ല, ഞാൻ ചെയ്തോളാം. കർത്താവേ, ഞാൻ എന്തായി കാണുന്നത്? ജോളി, നിനക്ക് എന്തായി പറ്റിയത്? ഒന്നും പറയണ്ടേ? നീ എഴുന്നേൽക്ക്. അരിയിടാൻ വെള്ളം വെച്ചതാ. അപ്പൊ നോക്കിയപ്പോ ഗ്യാസ് തീർന്നു. പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാൻ നോക്കിയതാ. പാത്രവും വെള്ളവും എല്ലാം കൂടെ ഞാനിവിടെ നിലത്ത് വീണു. നിനക്ക് പൊള്ളിയോ? ഓ, അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. വീണപ്പോ നടു ഒന്ന് ഒളിക്കോന്നൊരു സംശയം. നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. അതൊന്നും വേണ്ട ചായ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. വേണ്ട. ഇച്ചായ, പിള്ളേർക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു നേരം തിന്നില്ലെന്ന് വെച്ച് അണ്ണാ കൊണങ്ങി പോകുന്ന കൊച്ചുമക്കളൊന്നും നമുക്ക് ഇല്ലല്ലോ ജോളി. എന്നാലും ഞാൻ അനിയനെ വിളിച്ചിട്ടുണ്ട്. അവനോട് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാടി അവരെ ബുദ്ധിമുട്ടിച്ചത്? അതൊന്നും സാരമില്ല. മരിയയ്ക്കും പോളിനും വിശപ്പ് തീരെ സഹിക്കില്ല. അവർക്ക് ഭ്രാന്താവും. ജോളി, നീ അടുക്കളയിൽ വീഴുന്ന ശബ്ദം തൊഴുത്ത് നിന്ന് ഞാൻ കേട്ടു. പക്ഷെ പുറത്തു നിന്ന് നമ്മുടെ മകള് കേട്ടില്ല. ദേ, അകത്തെ മുറികളിലുള്ള നമ്മുടെ ആൺമക്കളും. അവരെ അധികം ഒന്നും പറയണ്ടേ ചായ. വെക്കേഷനായിട്ട് എല്ലാരും കൂടെ ഒത്തുകൂടിയതല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് അത് മതി. പിന്നെ പഠിക്കാനാന്നും പറഞ്ഞ നാല് വഴിക്ക് പോകും. ഇതാ നിന്റെ കുഴപ്പം. നീ പറഞ്ഞ് കുട്ടികളെ അങ്ങ് വഷളാക്കി. എനിക്കിപ്പം വരാൻ പറ്റില്ലെന്നേ, എക്സാം അല്ലേ. ഒന്നും ആരോടാ? ജോളി, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ ഇച്ചായ വേണ്ട, വീട് ഞാൻ ചോദിക്കട്ടെ. മക്കളാണ്, അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. പപ്പ എങ്ങോട്ടാ? വാ, ഊണ് കഴിക്കുന്നില്ലേ? അയ്യോ, പറഞ്ഞില്ലേ മരിയെ? പറയുന്നവർക്ക് മോളെ, ഈ കുട്ടികൾ എന്താ കാട്ടിക്കൂട്ടുന്നത്? നിർത്തടി, പോയിരിക്കടാ. അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കോ? ഇതെന്താ സാറേ മാറ്. ഇതിൽ പേരെഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങോട്ടും ചേട്ടാ, നീ ഇതിന് അനുഭവിക്കും. ഒന്ന് പോടാ. ഓ, ഒന്ന് മിണ്ടാതിരി. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഞാൻ കഴിക്കാൻ പോണേ. ഇതിലൊന്നുമില്ലല്ലോ. മമ്മി, എന്താ മക്കളെ? നല്ല കുത്തരി ചോറാണല്ലോ. വേവെങ്ങനെ? എന്താ ഇത്?
കൊടംപുളി ഇട്ട് വെച്ച നല്ല മീൻകറി. നിങ്ങളുടെ അമ്മയുടെ കൈപുണ്യം. ആ ജോളി, കുട്ടികൾക്ക് കുറച്ച് പായസം കൂടി വേണം കേട്ടോ. അപ്പനെന്താ ഞങ്ങളെ കളിയാക്കുവാണോ? ഡാനി, നീ എന്താ അപ്പനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നേ? അതല്ല മമ്മി, അപ്പന് ഒരുമാതിരി കുഞ്ഞു പിള്ളേരോട് സംസാരിക്കുന്ന പോലെ. എനിക്ക് ചോറ് വേണ്ട. ഇരിക്കടാ അവിടെ, ഇരിക്കാൻ. നിങ്ങളുടെ മമ്മി അടുക്കളയിൽ വീണത് എന്റെ മക്കൾ ആരെങ്കിലും അറിഞ്ഞോ? ശബ്ദം നിങ്ങൾ കേട്ടായിരുന്നോ? നീ ഇരിക്കും. വീടിന് പുറത്തായിരുന്നു, ഞാനത് കേട്ടു. കാരണം ഞാൻ എവിടെ പോയാലും എന്റെ മക്കളുടെയും ഭാര്യയുടെയും കാര്യങ്ങളിലാണ് എന്റെ ശ്രദ്ധ. പക്ഷേ വീടിനകത്തുള്ള നിങ്ങൾ ആരും അത് കേട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഏതോ വിസ്മയങ്ങളുടെ ലോകത്താ. മമ്മി മമ്മി വീണിട്ട് എന്തേലും പറ്റിയോ? എവിടെയോ ചെറിയ ചതവുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ മുറിവാ മനസ്സിനുള്ളത്. മൂടി വെച്ച പാത്രത്തിൽ ഭക്ഷണമുണ്ടെന്ന് കരുതി വന്ന നിങ്ങൾ അതില്ലെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങൾ അനുഭവിച്ച ആത്മനിന്ദിയില്ലേ, അതിന്റെ 10,000 ഇരട്ടിയാ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകരുമ്പോ നിങ്ങൾ മാതാപിതാക്കൾക്കുണ്ടാകുന്നത്. ആൽഫി, ഈ പൂച്ചക്കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹം നിന്റെ കൂടപ്പറപ്പിനോട് നീ കാണിക്കുന്നുണ്ടോ? സോറി അമ്മേ, അമ്മ വീണത് ഞാൻ അറിഞ്ഞില്ല. സോറി ബാബാ, പാപ്പയ്ക്ക് എന്നോട് ദേഷ്യ. മോളെ, മാതാപിതാക്കൾ മക്കളെ ഗുണദോഷിക്കുന്നതും ശാസിക്കുന്നതും വെറുപ്പുണ്ടായിട്ടല്ല. ദേ, സൗകര്യങ്ങളുടെ ഒരു വലിയ ലോകത്താ നമ്മള്. അപ്പോ നമ്മൾ നമ്മളെ മറക്കാതിരിക്കണം. ചേട്ടാ, എന്നെ വെച്ച് പറ്റിയേ? ഒന്നുമില്ലടാ. നീ എവിടുന്നാ ഈ വെയിലത്ത്? ഞാൻ ടൗണിൽ നിന്ന് പോരുമ്പോഴാ ചേച്ചി വിളിച്ചേ. ഓ, പിന്നെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസാ. ഇത് മതിയോ മക്കൾക്ക്? മതി. കഴിക്കടാ. എന്നാ പറ്റിയടാ? ആകെ ഒരു മൂഡ് ഔട്ട്. പപ്പ വഴക്ക് പറഞ്ഞോ? എന്നാ ചേട്ടാ ഇതൊക്കെ? പിള്ളേരല്ലേ, ഒക്കെ ശരിയാവുന്നേ. കുട്ടികള് ഒക്കെ ശരിയാവും. മക്കളെ, നിങ്ങൾക്കറിയാവോ, ഞാനും നിങ്ങളുടെ പപ്പയും തമ്മിൽ ഇതുവരെയും പിണങ്ങിയിട്ടില്ല. എന്താണെന്നറിയില്ല, അതിന് പറ്റിയിട്ടില്ല. അതിനൊരു കാരണം ഞാൻ പറയട്ടെ. ഞങ്ങളുടെ അപ്പൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഇല്ലായ്മയിലും പങ്കുവെച്ച് വളരാനാണ് ഞങ്ങൾ പഠിച്ചത്. അന്നൊന്നും ഇല്ലായിരുന്നേ. പക്ഷേ ഇപ്പം നിങ്ങൾക്കെല്ലാം ഉണ്ട്. മൊബൈല്, ടാബ്, അത് ഇത്, അങ്ങനെ എന്തെല്ലാം ഉണ്ടെങ്കിലും സാഹോദര്യത്തോളം വലിയ രക്തബന്ധം ലോകത്ത് വേറെ ഇല്ലടാ. നമ്മുടെ കുടുംബങ്ങൾ വലിയ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മയായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. കൂട്ടായ്മയായ ദൈവം ഓരോ കുടുംബവും കൂട്ടായ്മയുടെ അനുഭവമായി തീരാൻ നിരന്തരം കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്നു. കുറേ നാളുകളായി ഒട്ടേറെ കുടുംബങ്ങളോട് ബന്ധപ്പെട്ട് പോകുന്നതിനാൽ കുടുംബജീവിതം നയിക്കുന്ന ആളുകളുടെ വിഷമതകൾ കണ്ടറിയാൻ, തൊട്ടറിയാൻ ഇടയാവുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പൊതുവെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ എണ്ണത്തിനനുസരിച്ച് പരസ്പര ബന്ധം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്ന് കുടുംബത്തിനുള്ളിൽ ഒറ്റപ്പെടലും ഏകാന്തതയും വർദ്ധിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സമൂഹജീവിയായതുകൊണ്ട് ബന്ധപ്പെടാനും ബന്ധപ്പെട്ട് നിൽക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒറ്റപ്പെടുന്ന,
ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഏറുകയാണ്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് ഒറ്റപ്പെടുത്തപ്പെടുന്ന പ്രധാന ഒരു ഗണമാണ് പ്രായമായ ആളുകൾ. പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളോടൊപ്പമായിരിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിനുള്ളിലുള്ള മറ്റ് വ്യക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾ ഒറ്റപ്പെടുന്ന അനുഭവം ഈ മുതിർന്ന ആളുകൾക്കുണ്ടാവുകയാണ്. ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ മനുഷ്യനോടൊപ്പമായിരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. ഇതിന് വലിയ ഒരു ഉദാഹരണമാണല്ലോ രക്ഷകനും നാഥനുമായ ഈശോയുടെ ജീവിതം തന്നെ. അവിടുന്ന് ഇഹലോകത്തിലായിരുന്നപ്പോൾ മനുഷ്യരോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ സ്വന്തം ജനത്തോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചു. ശിഷ്യരോടൊപ്പം നിരന്തരം നടന്നു നീങ്ങുന്ന ഈശോയെ തന്നെ കേൾക്കുവാനായി, തന്നിൽ നിന്ന് സൗഖ്യവും അനുഗ്രഹങ്ങളും ലഭിക്കുവാനായി വന്ന ജനങ്ങളോടൊപ്പം നീങ്ങുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ജനങ്ങളോടൊപ്പമായിരുന്നപ്പോൾ സന്തോഷം അനുഭവിക്കുന്ന ആ ദൈവത്തെ നമ്മൾ കാണുകയാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഒറ്റ തിരിഞ്ഞ് നടന്ന് ഒറ്റയ്ക്കായിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പണ്ടത്തേക്കാളേറെ ഇന്ന് ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നാം കാണുന്നത് ഒരേ വാഹനത്തിലാണ് പലരും യാത്ര ചെയ്യുന്നെങ്കിലും ഒറ്റ തിരിഞ്ഞിരിക്കുന്നവരെയാണ്. ഇത്തരത്തിലുള്ള ഈ ട്രെയിനും ബസ്സും ഫ്ലൈറ്റും ഒക്കെ നമ്മുടെ ഓരോരോ കുടുംബത്തിൻ്റെ പ്രതീകങ്ങൾ തന്നെയാണ്. അടുത്തായിരിക്കുന്നവരെ കാണാനും അടുത്തായിരിക്കുന്നവരോട് സംസാരിക്കാനും താല്പര്യമെടുക്കാതെ അകലങ്ങളിലായിരിക്കുന്നവരോട് സംസാരിക്കാനും ബന്ധപ്പെടാനും താല്പര്യമെടുക്കുന്ന ആളുകളെയാണിന്ന് കാണുന്നത്. അത്തരത്തിലുള്ള മാർഗങ്ങൾ ഇന്നേറെയാണല്ലോ. അതിന് നമ്മെ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇന്നേറെയുണ്ടല്ലോ. അത്തരത്തിലേറെ സഹായിക്കുന്ന ഒന്നാണ് ഫോൺ. ഈ ഫോൺ വഴി അല്ലെങ്കിൽ അത് സമ്മാനിക്കുന്ന ഇൻ്റർനെറ്റ് സൗകര്യം വഴി അകലങ്ങളിലേക്ക് പിന്നെയും അകലങ്ങളിലേക്ക് പോകുന്ന, അകലങ്ങളിൽ ചെന്ന് അടുപ്പം കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കാണും. നമ്മുടെ കുടുംബങ്ങളിലെ ആളുകൾ ഇന്ന് തുരുത്തുകളായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദൈവം ഇത് ആഗ്രഹിക്കുന്നതല്ല. ഞാൻ മുമ്പ് പറഞ്ഞ ഫോണിലൂടെ യാഥാർത്ഥ്യമാകുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതൊക്കെ പല ആളുകളുമായി ബന്ധപ്പെടാനും പല ഗ്രൂപ്പുകൾ സൃഷ്ടിക്കാനും സഹായകമാകുന്നുണ്ടെങ്കിൽ പോലും ദൈവം ആഗ്രഹിക്കുന്ന അടിസ്ഥാന സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതിന് ഇതൊക്കെ കാരണമായി തീരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അടിസ്ഥാന സമൂഹമായ കുടുംബത്തിൽ ബന്ധപ്പെടേണ്ടവരോട് ബന്ധപ്പെട്ടിരുന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരാവണ്ണം വളരാനും ബന്ധങ്ങളിലെ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. പക്ഷേ കുടുംബത്തിൽ അന്യതാബോധം പുലർത്തുകയും കുടുംബത്തിന് പുറത്തേക്ക് തങ്ങളുടെ ബന്ധങ്ങളെ നീട്ടുകയും ചെയ്യുന്ന ഈ ആളുകൾ കുടുംബത്തിൻ്റെ അടിസ്ഥാന സമൂഹ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നത് ഉറപ്പായ കാര്യമാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ജീവിതത്തിൻ്റെ സാധ്യത ഇല്ലാതാകുമ്പോൾ
ജലമില്ലാത്ത, നനവില്ലാത്ത ഭൂമി പോലെ അതാവുകയാണ്. ജലമില്ലാത്ത ഭൂമി എന്ന് പറയുന്നത് ഉണങ്ങിയ അവസ്ഥയിലുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം, സാമൂഹ്യ ബന്ധം അവിടെ ഇല്ലാതെ വരുമ്പോൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അടിസ്ഥാന സമൂഹമാണ് കുടുംബം എന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ ഇടപെടാനുള്ള, പെരുമാറാനുള്ള ബാലപാഠങ്ങൾ ലഭിക്കുന്നതും അത് അഭ്യസിക്കുന്നതും കുടുംബത്തിലുമാണ്. അതുകൊണ്ടാണല്ലോ കുടുംബത്തെ അടിസ്ഥാന സമൂഹമെന്ന് പറയുന്നത്. അത്തരത്തിൽ അടിസ്ഥാന സമൂഹമായ ആ കുടുംബത്തിൽ മാതാപിതാക്കളോടുള്ള, സഹോദരങ്ങളോടുള്ള ബന്ധം വഴി സാമൂഹ്യ ജീവിതത്തിൻ്റെ പെരുമാറ്റ ശൈലികൾ അവനും അവളും പഠിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെക്കുറിച്ച്, വളർന്നു വരുന്ന യുവജനങ്ങളെക്കുറിച്ച് ഉള്ള ആക്ഷേപം എന്താണ്? പലർക്കും പെരുമാറ്റ രീതികൾ അറിയില്ല. പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ആദരിക്കേണ്ട വ്യക്തികളെ ആദരിക്കാൻ അറിയാമായിരുന്നു. ഓരോരുത്തരോടും സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു. ഓരോരോ സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ രീതി അറിയാമായിരുന്നു. സാമൂഹ്യ ബന്ധത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിയാമായിരുന്നു. ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും വേണ്ടത്ര നല്ല രീതിയിൽ അവർക്ക് പെരുമാറാനായിട്ട് സാധിക്കാതെ വരുന്നു. ഇത് തീർച്ചയായും ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കും. ആർക്കും ആരോടും ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഭാവി സമൂഹ ജീവിതം പോകും എന്നതിൻ്റെ സൂചനയാണിത്. ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനോട് ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും മനുഷ്യന് അങ്ങനെ സാധിക്കേണ്ടതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ നാവിൽ നിന്ന് തന്നെ വരുന്നൊരു കാര്യമുണ്ട്. എന്താണത്? താൻ വന്നത് തൻ്റെ ജനത്തിന് വേണ്ടിയാണ്. വിജാതീയരായ വ്യക്തികൾ യേശുവിൻ്റെ അടുത്തേക്ക് അനുഗ്രഹങ്ങൾ തേടി വരുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ യേശു പറയുന്നൊരു കാര്യം എന്താ? താൻ വന്നത് തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടിയാണ്. യേശു അത്തരത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് പോലും ഉണ്ടല്ലോ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പോലും ഈശോ വ്യക്തമായിട്ട് പറയുക. എന്ന് പറഞ്ഞാൽ താൻ ഏതൊരു ജനത്തിന് വേണ്ടി വന്നു ആ ജനത്തോടാണ് ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് എന്ന് ഈശോ പറയുകയാണ്. ഈ വചനത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനുള്ളിലുള്ള ആളുകൾക്കൊക്കെ ബന്ധപ്പെട്ട് നിൽക്കാൻ താല്പര്യം മറ്റു പലരോടുമാണ്. ഞാനതാ പറഞ്ഞത്, കുടുംബത്തിനുള്ള ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിന് പുറത്തേക്ക് തങ്ങളുടെ ബന്ധത്തെ നീട്ടുന്ന, ദീർഘിപ്പിക്കുന്ന ഒരു ശൈലിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ അപകടത്തിലാക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എപ്പോഴും മാതൃകയായി നാം എടുക്കേണ്ടത്, മാതൃകയായി സ്വീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വഴികളെ തന്നെയാണ്. ദൈവത്തിന് വഴിയൊരുക്കുവാനായി, ദൈവത്തിൻ്റെ വചനങ്ങൾ നൽകുവാനായി കടന്നു വന്ന പ്രവാചകരെ നാം കാണുന്നുണ്ട്. അത്തരത്തിൽ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ് യോഹന്നാൻ മാംദാൻ. ഈ യോഹന്നാൻ മാംദാനെ തന്നെയും മരുഭൂമിയിലായിരുന്നിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ജനങ്ങളുടെ മധ്യത്തിലാണ്. ആ ജനങ്ങളോടൊപ്പമായിരിക്കുന്ന യോഹന്നാൻ മാംദാനെ നമ്മൾ കാണുകയാണ്. നമുക്ക് സാമൂഹ്യ ബന്ധവും കുടുംബജീവിതവും ഒക്കെ ആരോഗ്യകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു
വഴിയും കൂടെ ഈ യോഹന്നാൻ മാംദാനയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. എന്താ അത്? യോഹന്നാൻ മാംദാന മരുഭൂമിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോട് ആരോഗ്യകരമായ ബന്ധം പുലർത്തി പോകാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ദൈവത്തോടുള്ള, ത്രിത്വൈക ദൈവമാകുന്ന ആ സമൂഹത്തോടുള്ള ബന്ധം തന്നെയാണ്. അത്തരത്തിലുള്ള ബന്ധം നമുക്ക് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ കുടുംബമാകുന്ന സമൂഹത്തോടുള്ള ബന്ധവും കുറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ, അത് കുടുംബജീവിതത്തിലുള്ള ആളായിരിക്കാം, സമർപ്പണ ജീവിതത്തിലുള്ള ആളായിരിക്കാം, ആ വ്യക്തിയുടെ ആധ്യാത്മികത നാം അളക്കേണ്ടത് എപ്രകാരം ആ വ്യക്തി ആയിരിക്കേണ്ട സമൂഹത്തിൽ ആരോഗ്യകരമായി ബന്ധപ്പെട്ടു പോകുന്നു അതിനനുസരിച്ചാണ്. പലപ്പോഴും ഈ ബന്ധം, സാമൂഹ്യ ബന്ധം ആരോഗ്യകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കുറേ പേർക്കെങ്കിലും എന്നത് നമ്മെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പഴയ തലമുറയേക്കാൾ ഇന്ന് സാമൂഹ്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളും യുവജനങ്ങളുമൊക്കെ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുകയാണ്. ഇത് അപകടകരമായ സാഹചര്യമാണ്. നമുക്കത് പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയും ഒറ്റപ്പെടാനിടയാവരുത്. നിന്നെ വളർത്തിയ നിൻ്റെ മാതാപിതാക്കൾ പ്രായാധിക്യത്തിൽ ഒറ്റപ്പെടാനിടയാവരുത്. നിൻ്റെ സഹോദരങ്ങൾ, അവർക്ക് നിൻ്റെ സാന്നിധ്യവും സഹായവും ആവശ്യം വേണ്ടുന്ന അവസരങ്ങളിൽ ഒറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാവരുത്, നിഷേധിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുടുംബ ബന്ധത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കണം. രക്ഷകനായ യേശു അത്തരത്തിൽ സാമൂഹ്യ ബന്ധത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ വ്യക്തിയാണ്. നമുക്ക് മുൻപിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് മാതൃകയായി നിൽക്കുന്നത് യേശുവാണെങ്കിൽ നമുക്ക് പോകാനുള്ള വഴി മറ്റൊന്നുമല്ല. അവിടുന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, വഴി ഞാനാണ്, മാതൃക ഞാനാണ്. അതുകൊണ്ട് ദൈവപുത്രനായ യേശുവിൻ്റെ മാതൃകയെ പിൻചെന്ന് നമ്മുടെ കുടുംബമാകുന്ന സമൂഹത്തിൽ ആരോഗ്യകരമായ മനോഭാവം പുലർത്താൻ നമുക്ക് ശ്രദ്ധിക്കാം. കുടുംബത്തിലെ ബന്ധത്തെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് മുമ്പോട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. കുടുംബത്തിൽ മുതിർന്ന മാതാപിതാക്കളോടുള്ള ബന്ധം പുലർത്തി, ജീവിത പങ്കാളിയോടുള്ള ബന്ധം പുലർത്തി, മക്കളോടുള്ള ബന്ധം പുലർത്തി പോകുന്ന ആളുകളുണ്ട്. പുറത്തുള്ള ആളുകളോടും പുറത്തുള്ള സംവിധാനങ്ങളോടും സജീവമായ ബന്ധം പുലർത്തിയിട്ട് കുടുംബത്തിനുള്ളിലുള്ള ബന്ധത്തെ നിഷേധിക്കുന്ന വ്യക്തികളൊക്കെയും തങ്ങളുടെ പെരുമാറ്റ രീതികളിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഒറ്റപ്പെടാതെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്ന മനോഭാവം, അവിടെയാണ് നമുക്ക് മുമ്പോട്ട് നയിക്കാനുള്ള ആത്മധൈര്യം, കുടുംബത്തെ മുമ്പോട്ട് നയിക്കാനുള്ള ആത്മധൈര്യം ലഭിക്കുക. അത്തരത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു തരത്തിൽ മാതൃക നൽകുന്ന കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. ഞാൻ ജീസൻ, തൃശ്ശൂർ നിർമ്മല മാതാവ് സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം ഗ്ലോബൽ അക്കാദമിക് ഫോറം എന്നുള്ളൊരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ ടെസ്സ. ഞങ്ങൾക്ക് 2 മക്കളാണ്, പെൺകുട്ടികൾ. ഒന്ന് ജസീന്ത മരിയ, പിന്നെ രണ്ടാമത്തേത് ജോസ്പൈൻ മിയ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഒപ്പം ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ മമ്മിയുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ മുക്കാട്ടുകര എന്നുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വൈഫ് ബേസിക്കലി ടെസ്സ ഒരു ഡെഫ് മ്യൂട്ടാണ്. കേൾക്കാനും പറ്റത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. ബൈ ബർത്ത് അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ 2007 എൻ്റെ വിവാഹം കഴിഞ്ഞത്. ആ സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എന്തിനു വേണ്ടി എടുത്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതൊരു ദൈവത്തിൻ്റെ പ്ലാനായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് പിന്നിലുള്ള ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വെറും 7 വയസ്സുള്ള സമയത്ത് ക്യാൻസർ പിടിപെട്ട് ഞങ്ങൾ RCCയിൽ ചെല്ലുകയുണ്ടായി.
അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് മാറുന്നത്. 3 മാസം മുതൽ ഏകദേശം 10-12 വയസ്സ് വരെയുള്ള പിള്ളേർ ഇങ്ങനെ അവരുടെ കീമോ ഇതൊക്കെ കാണുന്ന ആ ഒരു അവസ്ഥ, അവിടെ അത്രയും ഭയാനകമായൊരു ഇതിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചൊന്ന് രണ്ടാമതൊരു മേ ബി സ്കോൾ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. എൻ്റെ ലൈഫിലത്തെ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് എന്നെ കരുതാൻ പറ്റും. അന്ന് ഞാൻ കണ്ട ആ ലൈഫിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ടെസ്സയെ സ്വീകരിക്കാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ച ഘടകം. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് മദർ തെരേസയാണ്. ഞാൻ മദർ തെരേസയുടെ വാക്കുകളിൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. വി കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്, വി ക്യാൻ ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ അതായിരിക്കും ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 5 വർഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വളരെ ഒറ്റപ്പെട്ട ഒരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 3 വർഷം ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലാത്തതിൻ്റെ ഒരു വേദന ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് ടെസ്സ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ടെസ്സയ്ക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു കുഞ്ഞിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. പക്ഷേ ഒരു 3 വർഷമായിട്ടും ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലാതെ വന്നപ്പോൾ ഉള്ള ഒരു വേദന എന്ന് പറയുന്നത് ശരിക്കും എന്നേക്കാളും കൂടുതലായിട്ട് അനുഭവിച്ചത് ടെസ്സയാണ്. ഞാൻ വിചാരിക്കുന്നു അന്നൊക്കെ ആ ഒരു ഇതിൽ ഒരു പക്ഷേ ഞങ്ങൾ വളരെ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. പലരിൽ നിന്നും ഓരോ പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് ദൈവസാന്നിധ്യം അപ്പോഴൊക്കെ വളരെ കൂട്ടായിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഒരു 2ാമത്തെ 3ാമത്തെ വർഷമൊക്കെ കിടന്നപ്പോൾ ഏകദേശം ഞങ്ങൾ പല പബ്ലിക് ഫംഗ്ഷൻസും ഞങ്ങൾ ഒഴിവാക്കുക പോലും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണെന്ന് മനസ്സിലായി. കാരണം അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാളെ മനസ്സിലാക്കാനായിട്ട് ഒരു പക്ഷേ അതേ വേദന അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന പലരെയും ഞങ്ങൾക്ക് അവരുടെ ആ വേദന അതിൻ്റെ ആ ഒരു ആന്തരിക സത്തയോടുകൂടി തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെ കാണാനായിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. അവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ. അതിനുശേഷം ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മരിയ ഉണ്ടാകുന്നത്. മരിയും അതിനുശേഷം പിന്നീട് ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ട് മിയും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും ഏകദേശം 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായിട്ട് മരിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് എന്താ പറയുക ആശങ്കകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെസ്സയ്ക്ക് കേൾവിശക്തി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എങ്കിലും ദൈവം വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ ഒരുക്കിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടെസ്സയും അതോടുകൂടി ഉറങ്ങിപ്പോവായിരുന്നു. പക്ഷേ ദൈവം വളരെ മനോഹരമായിട്ട് അത് പരിപാലിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പലപ്പോഴും ഉണർന്നിരുന്ന് ഇത് കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം മരിയ ആദ്യം കരയും, പക്ഷെ അതറിയില്ല, ടെസ്സ അറിയില്ല. ഒരു പക്ഷേ ഞാനും അറിയാതെ വരികയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മരിയ മെല്ലെ ടെസ്സയുടെ മൂക്കിൻ്റെ അവിടെ വയ്ക്കുന്നു. കൈ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശ്വാസതടസ്സം കാരണം ടെസ്സ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നു. ഞാൻ ആലോചിക്കുകയാണ് പക്ഷേ ദൈവം വളരെ മനോഹരമായിട്ട് എന്നെ ഞങ്ങളുടെ കുടുംബത്തെ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു കൂട്ടായ്മയുടെ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയാണ്. ഞാൻ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ ഒരു അധ്യാപകനാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു പക്ഷേ എടുത്ത ഒരു ചെറിയൊരു സ്റ്റെപ്പ് അത് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷന് കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. ഓരോരുത്തർക്കും ഓരോ ജീവനെയും ദൈവം ഭൂമിയിലേക്ക് വിടുമ്പോൾ ദൈവത്തിന് വളരെ വ്യക്തമായൊരു പ്ലാനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങൾ പ്രോ ലൈഫിൻ്റെ ഇതിലൊക്കെ പറയുന്ന പോലെ ഈച്ച് ലൈഫ് ഈസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗാഡ്, നെവർ ആക്സിഡൻ്റൽ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു ഏകാന്തതയുടെയോ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവത്തിന് നിങ്ങളെപ്പറ്റി വളരെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടെന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് രൂപപ്പെടുത്തിയ അടിസ്ഥാന സമൂഹമായ കുടുംബത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ആ അടിസ്ഥാന സമൂഹമായ കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾ കുടുംബത്തിനുള്ളിൽ ആകുവാൻ ഇടവരുത്തണമേ. കുടുംബത്തിനുള്ളിലുള്ള ആളുകളെ മറന്ന് കുടുംബത്തിന് പുറത്തേക്ക് ഞങ്ങളുടെ ബന്ധങ്ങളെ ദീർഘിപ്പിക്കുവാൻ ഞങ്ങൾക്കെപ്പോഴും തത്രപ്പാടാണ്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബന്ധങ്ങളെ കുടുംബത്തിനുള്ളിൽ
പാലിക്കാൻ അവിടുന്ന് വലിയ കൃപയും അനുഗ്രഹവും നൽകണമേ. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.